യേശുവിൽ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ പ്രിയമുള്ളവരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം അച്ഛൻ പങ്കുവയ്ക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യമാണ്. ഈ വചനത്തിൻ്റെ പ്രത്യേകത ഇളകുന്ന വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വലിയൊരു കരുതലാണ്. മറക്കരുത്, ഇളകുന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന കർത്താവ്. എങ്കിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസം നമ്മളൊന്ന് എങ്ങനെയാകുന്നു? ചില സാഹചര്യങ്ങളിൽ, ചില അവസ്ഥകളിൽ നമ്മുടെ വിശ്വാസം ഇളകുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകലുകയാണോ? അതോ പ്രിയമുള്ളവരെ, അത് എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കുന്ന ഒരു ശുശ്രൂഷ പോലെ കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം ആഴപ്പെട്ട വിശ്വാസമാണ്. ഒരിക്കലും നമ്മളെ തകർക്കുവാനോ ഇളക്കുവാനോ പറ്റാത്ത ഒന്ന്, ആ തരത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. രാഹുലത്തെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്ന ഒരു കൊച്ച്, 2 ആഴ്ച അടുപ്പിച്ച് ആ കൊച്ചിൻ്റെ മമ്മി എൻ്റെ അടുത്ത് ധ്യാനത്തിന് വിട്ടു. 2ാമത്തെ ആഴ്ചയപ്പോൾ ഒരു പരിധി ആ കൊച്ചിനെ എനിക്ക് നേടാൻ സാധിച്ചു. ഈ കൊച്ചിങ്ങനെയാണ് പറയുന്നത്, ഞാൻ പള്ളി പോവില്ല, എനിക്ക് ഈശ്വരനെ കാണുകയും വേണ്ട. ആ കൊച്ചങ്ങനെ പറയുന്നതിൽ ഒരതിശയമില്ല. കാര്യം എന്താ അറിയാമോ? കൊച്ചു പറയാ, ഞാൻ ആ കൊച്ചിനെ കണ്ട് കൗൺസിലൊക്കെ നടത്തിയപ്പോൾ കൊച്ചു ചോദിക്കുകയാണ്, എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട്സിൽ ആരുടെയും ഡാഡി മരിച്ചു പോയിട്ടില്ല, ഈശോ എന്തിനാ എൻ്റെ ഡാഡിയെ കൊണ്ടുപോയത്? എനിക്ക് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈശോയുടെ പിണക്ക. സിമ്പിൾ ചോദ്യം. കൊച്ചു കൊച്ചല്ലേ, +2 ആണ്. പ്രിയമുള്ളവർ, അങ്ങനെ അനർത്ഥം വരുമ്പോൾ ഇളകുന്നൊരു വിശ്വാസമാണ്. അത് കൊച്ചങ്ങനെയാണ്. പ്രിയമുള്ളവരെ, അളക്കുവാൻ ഒന്നാണ്. ഈ കൊച്ചിനെയൊക്കെ ധൈര്യപ്പെടുത്തി കൗൺസിലിംഗ് വീണ്ടും വീണ്ടും ചെയ്ത് കൊച്ചിനെ നേടിയിട്ടോ. ദൈവജനത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യത്തിൽ, കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ, ഈജിപ്തിലെ അടിമത്തത്തിനും മോചനം പ്രാപിച്ചുള്ള യാത്രയിൽ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതാ. അതൊക്കെ മറന്നുകൊണ്ട് ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ദൈവജനം, മോശയ്ക്കെതിരെ കുറ്റപ്പെടുത്തുന്ന ദൈവജനം, ഈജിപ്തിൽ നിന്ന് അവർ വരുമ്പോൾ ഇവർ പലരും പറഞ്ഞതാ. പക്ഷേ ആ സമയത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. പിന്നീട് എന്താണെന്നറിയാമോ? ഈ ഫറവോയും കൂട്ടുകാരും തങ്ങളുടെ അടിമകൾ നഷ്ടപ്പെട്ടു എന്ന ചിന്ത പിന്തുടർന്ന് ഇവരെ തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്ന അവസ്ഥയിൽ മുന്നിൽ ചെങ്കടലിൻ്റെ അടുത്തെത്തി, പിന്നിൽ സൈന്യവും, ഫറവോയുടെ സൈന്യവും. ഈ സമയത്ത് അവർ പെറുപെറുത്തു, അസ്വസ്ഥപ്പെട്ടു, വിശ്വാസം ചോദ്യം ചെയ്യുന്ന പോലെയായി. ഒത്തിരി അനുഗ്രഹിച്ച കർത്താവിൻ്റെ ആ നല്ല കാര്യമൊക്കെ ഒരു മറന്നു. തമ്പുരാനാണെങ്കിലും ഒരു ട്രാപ്പിലാക്കുന്ന പോലെ ഇവരെ അവസ്ഥയിലാക്കി. വിശ്വാസം ആഴപ്പെടാൻ വേണ്ടിയാ, ദൈവത്തിൽ ആഴമായ വിശ്വാസത്തിൽ ഇവരെ വളർത്തുവാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾക്കതറിയോ? ഏതായാലും പ്രിയമുള്ളവരെ, ഉടനെ മോശ ഈ മക്കളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഭയപ്പെട്ട് വിശ്വാസത്തിൽ ഇളകിയ ആ ജനത്തോട് മോശ പറയുന്ന വചനമാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന വാഗ്ദത്ത വചനം. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മാത്രം മതി ആണ് പ്രിയമുള്ളവരെ ഒരൊറ്റ വചനം. ആ വചനത്തിൻ്റെ യോഗ്യതയാൽ ഈ മക്കളുടെ ജീവിതത്തിലെ ഇളകിയ വിശ്വാസം ആഴപ്പെടുത്തി ധൈര്യപൂർവം ഇവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ്. കൂടാതെ മോശയുടെ ലീഡർഷിപ്പിനെ ഇവർ അംഗീകരിക്കുകയും മോശയോട് ചേർന്ന് നിന്നുകൊണ്ട് കാനാൻ ദേശത്തുള്ള യാത്രയിൽ ഇവർ സഹകരിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ
പല സാഹചര്യങ്ങളും പല അവസ്ഥകളും വിശ്വാസം ഇളകുന്ന പോലെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ ഓർക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഇളകിയ വിശ്വാസം ആഴപ്പെടുത്തും. കടൽ പിളർത്തിക്കൊണ്ട് ശത്രുക്കളായ ഫറവോനെയും ബാക്കി പടയാളികളും കടലിൽ താഴ്ത്തിക്കൊണ്ട് ദൈവം ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. എങ്കിൽ പ്രിയമുള്ളവരെ, ഇളകുന്ന വിശ്വാസത്തിൽ, തളരുന്ന വിശ്വാസത്തിൽ ധൈര്യപൂർവം മുന്നേറുവാനും ലക്ഷ്യസ്ഥാനത്ത് നിന്ന് എത്തിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെയും ഇളകുന്ന തരത്തിലുള്ള ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളെയും നീ സമർപ്പിക്കുക. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. നീ സമർപ്പിച്ച നിയോഗത്തിലേക്ക് കർത്താവ് കടന്നു വരും. നിന്നെ ആഴപ്പെടുത്തുവാൻ വേണ്ടി, നിന്റെ കുടുംബാംഗങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര ആശീർവാദം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, മറക്കരുത്, കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ വേണ്ടി കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നീ ആയിരുന്നാൽ മാത്രം മതി. ദൈവം അനുഗ്രഹിക്കട്ടെ.